ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. 1 മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് ക്ലാസ് സ്കൂൾ ഫൺ ടൈം എന്ന ഈ ചാനലിൽ ഉണ്ടായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലാസ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് ഓരോരോ മത്സരങ്ങളും വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. യൂണിറ്റ് 1, an umbrella for all. പാഠം 1, എല്ലാവർക്കും ഒരു കുട എന്നാണ് പാഠത്തിൻ്റെ പേര്. ഈ പിക്ചർ കണ്ടോ? ഇതിലെന്തൊക്കെയാ ഉള്ളത്? നമുക്ക് കഥയിലേക്ക് പോയാലോ. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറുമ്പ്. ഒരു ചെറിയ ഉറുമ്പ് ഭക്ഷണം തേടുകയായിരുന്നു. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ തേടുക. ഒരു ചെറിയ ഉറുമ്പ് ഭക്ഷണം തേടുകയായിരുന്നു. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഐ ആം ഓൾ വെറ്റ്. ഐ ആം ഓൾ വെറ്റ്. ഞാൻ ആകെ നനഞ്ഞു. വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽട്ടർ. വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽട്ടർ. എനിക്ക് എവിടെയാണ് അഭയം കണ്ടെത്താൻ കഴിയുക? ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയം. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുക? മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ എവിടെയാണ് നിൽക്കുക? ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ആ ഉറുമ്പ് ചുറ്റും നോക്കി. ഇവിടെ ഒരു ചോദ്യം കണ്ടോ? വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽട്ടർ. വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽട്ടർ. ഉറുമ്പിന് എവിടെയാണ് അഭയം ലഭിക്കുക? എവിടെ കിട്ടും? നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. എ ജെന്റിൽ റെയിൻ ടേൺഡ് ഇൻ ടു എ ഹെവി ഷവർ. ദ ജെന്റിൽ റെയിൻ ടേൺഡ് ഇൻ ടു എ ഹെവി ഷവർ. ഹെവി ഷവർ, കനത്ത മഴ. ഒരു ചെറിയ മഴ ഒരു വലിയ മഴയായി മാറി. ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്. ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്. ആ ഉറുമ്പ് വേഗത്തിൽ നടന്നു. ഫാർ അവേ ഹി സോ സംതിങ്. ഫാർ അവേ ഹി സോ സംതിങ്. ദൂരെ നിന്ന് എന്തോ കണ്ടു. ഹി സോ സംതിങ്. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ഡിഡ് ദ ആൻഡ് സീ. ഉറുമ്പ് എന്താണ് കണ്ടത്? എന്തായിരിക്കും കണ്ടത് ഉറുമ്പ്? നോക്കാം. ദ ആൻഡ് സോ എ ടിനി മഷ്റൂം. ദ ആൻഡ് സോ എ ടിനി മഷ്റൂം. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താ? കൂണ് അല്ലേ? മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണ്. ടിനി എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത്. ആ ഉറുമ്പ് ചെറിയൊരു കൂണ് കണ്ടു. ഹി റാൻ ടുവേർഡ്സ് ദി മഷ്റൂം. ഹി റാൻ ടുവേർഡ്സ് ദി മഷ്റൂം. അയാൾ കൂണിൻ്റെ അടുത്തേക്ക് ഓടി. റാൻ എന്ന് പറഞ്ഞാൽ ഓടി. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. അതിന് ചുവപ്പ് നിറമായിരുന്നു. ദർ വെർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. ദർ വെർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. അതിൽ മഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ പാടുകൾ. അതിൽ മഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. ഷാൾ ഐ മേക്ക് ഇറ്റ് എൻ അംബ്രല്ല. ഷാൾ ഐ മേക്ക് ഇറ്റ് എൻ അംബ്രല്ല. ഞാനതൊരു കുടയാക്കാം. അതൊരു കുടയാക്കിയാലോ? മേക്ക് ഇറ്റ് എൻ അംബ്രല്ല. കുടയാക്കിയാലോ? ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. സാറ്റ് എന്ന് പറഞ്ഞാൽ അറിയൂലേ? ഇരുന്നു. ആ ഉറുമ്പ് അതിനടിയിൽ ഇരുന്നു. ഈ പിക്ചറിൽ എന്താ കാണുക? ആ മഷ്റൂമിനടിയിൽ ഉറുമ്പ് ഇരുന്നതായിട്ട് കാണാം അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ മഷ്റൂം ഈസ് എൻ അംബ്രല്ല ഫോർ ദി ആൻഡ്. വൈ? ദ മഷ്റൂം ഈസ് എൻ അംബ്രല്ല ഫോർ ദി ആൻഡ്. വൈ? ഉറുമ്പിന് കൂണ് ഒരു കുടയാണ്. എന്തുകൊണ്ട്? ആ കൂണിനടിയിൽ ഉറുമ്പിന് ഇരിക്കാൻ പറ്റും. ആണോ?
നമുക്ക് നോക്കിയാലോ. The rain came down heavily. The rain came down heavily. മഴ ശക്തമായി പെയ്തു. Came down heavily. ശക്തമായി പെയ്തു. The ant sat under the mushroom looking at the rain. The ant sat under the mushroom looking at the rain. ഉറുമ്പ് കൂടിൻ്റെ അടിയിലിരുന്ന് മഴ നോക്കിക്കൊണ്ടിരുന്നു. He saw a butterfly. He saw a butterfly. അവനൊരു ചിത്രശലഭത്തെ കണ്ടു. Saw a butterfly. Her wings were wet. Her wings were wet. അവളുടെ ചിറകുകൾ നനഞ്ഞിരുന്നു. Wet. നനഞ്ഞിരുന്നു. The butterfly came near the mushroom. The butterfly came near the mushroom. ചിത്രശലഭം കൂണിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Will the ant let the butterfly in? ഉറുമ്പ് ചിത്രശലഭത്തെ അകത്തേക്ക് കടത്തിവിടുമോ? നോക്കിയാലോ. A butterfly slowly came near the mushroom. A butterfly slowly came near the mushroom. ഒരു ചിത്രശലഭം പതുക്കെ കൂണിനടുത്തേക്ക് വന്നു. I am so wet. I am so wet. എനിക്ക് നല്ല നനവുണ്ട്. ഞാൻ നനഞ്ഞിരിക്കുവാണ്. I can't fly. I can't fly. എനിക്ക് പറക്കാൻ കഴിയില്ല. Please let me in. ദയവായി എന്നെ അകത്തേക്ക് വിടൂ. Please let me in. How can I let you in? How can I let you in? നിന്നെ എങ്ങനെ അകത്തേക്ക് കടത്തിവിടും? How can I let you in? There is no space for you. There is no space for you. നിനക്ക് അകത്ത് സ്ഥലമില്ല. Said the ant. എന്ന് ഉറുമ്പ് പറഞ്ഞു. Said എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഓക്കെ. Please, I shall sit close to you. Please, I shall sit close to you. ദയവായി ഞാൻ നിങ്ങളുടെ അടുത്തിരിക്കാം. The butterfly said. എന്ന് ആ ചിത്രശലഭം പറഞ്ഞു. ഓക്കെ. The ant agreed. ആ ഉറുമ്പ് സമ്മതിച്ചു. The butterfly got in. The butterfly got in. ചിത്രശലഭം അകത്തേക്ക് കയറി. നിങ്ങൾ പുസ്തകം തന്നെ നോക്കണേ. Can the butterfly sit under the mushroom? Can the butterfly sit under the mushroom? ആ ബട്ടർഫ്ലൈക്ക് കൂണിനടിയിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് പിക്ചർ ഒന്ന് നോക്കിയേ. പറ്റുമോ? Will there be space for the two? Will there be space for the two? രണ്ടുപേർക്കും കൂടി അവിടെ സ്ഥലമുണ്ടാകുമോ? അവിടെ രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുമോ? The ant moved over and made space for the butterfly. They watched the rain. The ant moved over and made space for the butterfly. They watched the rain. ഉറുമ്പ് നീങ്ങി ചിത്രശലഭത്തിന് ഇടം നൽകി. അവർ മഴ നോക്കി നിന്നു. Suddenly somebody ran in. Suddenly somebody ran in. പെട്ടെന്ന് ആരോ ഓടി വന്നു. ran in. ഓടി വന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? Who will be that? ആരായിരിക്കും അത്? ആരായിരിക്കുമെന്ന് നോക്കാം. Squeak, squeak, squeak. Squeak, squeak, squeak. അതെന്താ സംഭവം? അതറിയോ? ഞാൻ അടുത്ത ലൈൻ വായിക്കാം. A mouse came there running. A mouse came there running. ഒരു എലി ഓടി വന്നു. ഈ സ്ക്വീക്ക് 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 എന്താണെന്നറിയോ? അത് എലി കരയുന്ന ശബ്ദം. എലി കരയുന്നത് അങ്ങനെയാണ്. Friends, let me in. I am wet all over. Friends, let me in. I am wet all over. കൂട്ടുകാരെ, എന്നെ അകത്തേക്ക് വിടും. ഞാൻ മൊത്തത്തിൽ നനഞ്ഞിരിക്കുക. How can we let you in? There is no room here. How can we let you in? There is no room here. ഇവിടെ സ്ഥലമൊന്നുമില്ല. എങ്ങനെയാണ് നിന്നെ അകത്തേക്ക് കയറ്റുക? The butterfly said. ആ ബട്ടർഫ്ലൈ പറഞ്ഞു. Please give me some space.
പ്ലീസ് ഗീവ് മീ സം സ്പേസ്. പ്ലീസ് കുറച്ച് സ്ഥലം തരൂ. ദ മൗസ് ക്രൈഡ്. ആ എലി കരഞ്ഞു. മൗസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എലി. ക്രൈഡ് എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ദ മൗസ് ക്രൈഡ്. ദ ആൻഡ് ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ. ദ ആൻഡ് ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ. ആ ഉറുമ്പും ആ ബട്ടർഫ്ലൈയും അടുത്തിരുന്നു. സാറ്റ് ക്ലോസർ, അടുത്തടുത്തായിരുന്നു. ദ മോസ് ഓൾസോ ഗോട്ട് ഇൻ. ദ മോസ് ഓൾസോ ഗോട്ട് ഇൻ. ആ എലിയും അകത്തോട്ട് കയറി. ഇവിടെ 2 ക്വസ്റ്റ്യൻ കണ്ടോ? വിൽ ദ റെയിൻ സ്റ്റോപ്പ്? വിൽ ദ റെയിൻ സ്റ്റോപ്പ്? മഴ നിർത്തുമോ? ക്യാൻ ദേ ഗോ ഹോം? ക്യാൻ ദേ ഗോ ഹോം? അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? നോക്കിയാലോ നമുക്ക്. അടുത്ത പേജിലേക്ക് പോവാം. ദ റെയിൻ വെന്റ് ഓൺ ഈവൻ ഹാർഡർ. ദ റെയിൻ വെന്റ് ഓൺ ഈവൻ ഹാർഡർ. മഴ കൂടുതൽ ശക്തമായി പെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞപ്പോൾ, എ ലിറ്റിൽ സ്പാരോ വാക്ക്ഡ് ടുവേർഡ്സ് ദി മഷ്റൂം ക്രൈയിങ്. ഒരു കുഞ്ഞു കുരുവി കരഞ്ഞുകൊണ്ട് കൂണിനടുത്തേക്ക് വന്നു. ഷീ കുഡ് നോട്ട് ഫ്ലൈ. റെയിൻ ഡ്രോപ്സ് വെയർ ഡ്രിപ്പിംഗ് ഫ്രോം ഹെർ വിങ്സ്. ഷീ കുഡ് നോട്ട് ഫ്ലൈ. റെയിൻ ഡ്രോപ്സ് വെയർ ഡ്രിപ്പിംഗ് ഫ്രോം ഹെർ വിങ്സ്. അവൾക്ക് പറക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ചിറകുകളിൽ നിന്ന് മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഓരോ തുള്ളി തുള്ളി അവളുടെ ചിറകുകളിൽ നിന്ന് വീഴുന്നുണ്ടായിരുന്നു. ഡ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ തുള്ളി തുള്ളി എന്ന് പറയൂലേ, അതിനാണ് പറയുക ഡ്രിപ്പിംഗ്. സ്പാരോ എന്ന് പറഞ്ഞാൽ കുരുവി. ഓക്കെ, ഇപ്പോൾ അവിടെ നല്ല മഴയാണ്. ഒരു കുരുവിക്കുഞ്ഞും കരഞ്ഞുകൊണ്ട് മഷ്റൂമിനടുത്ത് വന്നു. നമുക്ക് ബാക്കി കഥ നോക്കിയാലോ. അവിടെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. വിൽ ദേ ലെറ്റ് ദി സ്പാരോ ഇൻ? വിൽ ദേ ലെറ്റ് ദി സ്പാരോ ഇൻ? അവർ ആ കുരുവിയെ അകത്തേക്ക് വിടുമോ? വിടുവോ? നോക്കാം നമുക്ക്. എ ലിറ്റിൽ സ്പാരോ ഹോപ്പ്ഡ് അപ്പ് ടു ദി മഷ്റൂം. എ ലിറ്റിൽ സ്പാരോ ഹോപ്പ്ഡ് അപ്പ് ടു ദി മഷ്റൂം. ഒരു കുരുവി കൂണിലേക്ക് ചാടിക്കയറി. ഐ ആം സോ ടയർഡ്. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? ഐ ആം സോ ടയർഡ്. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? എനിക്ക് വളരെ ക്ഷീണമുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? ഞാൻ നിങ്ങളൊന്നിച്ചിരുന്നോട്ടെ. ദ സ്പാരോ ക്രൈഡ് അലൗഡ്. ദ സ്പാരോ ക്രൈഡ് അലൗഡ്. ആ കുരുവി ഉറക്കെ കരഞ്ഞു. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, ദ മൗസ് സെഡ്. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, ദ മൗസ് സെഡ്. പക്ഷെ ഇവിടെ സ്ഥലമില്ല എന്ന് എലി പറഞ്ഞു. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ. പ്ലീസ് ദയവായി മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ. അല്പം മാറി നിൽക്കൂ, കുറച്ച് സ്ഥലം മതി എനിക്ക്. ദ സ്പാരോ പ്ലീഡിഡ്. ദ സ്പാരോ പ്ലീഡിഡ്. കുരുവി അപേക്ഷിച്ചു. പ്ലീസ് കുറച്ച് സ്ഥലം മതി എന്ന് അപേക്ഷിച്ചു. പ്ലീഡഡ്. പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചു. They moved over and there was space enough for the sparrow too. They moved over and there was space enough for the sparrow too. അവർ അങ്ങോട്ട് മാറിയിരുന്നു. അപ്പോൾ ആ കുരുവിക്കും ആവശ്യത്തിന് സ്ഥലമുണ്ടായിരുന്നു. ഇനഫ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന്. ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ് 2ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.